ഡാനിയലച്ചൻ പറഞ്ഞ സ്വർഗം കൈയടിച്ച ആ 3 മിനിറ്റ് പ്രസംഗം പറഞ്ഞ വൈദികൻ യാത്രയായി. നിങ്ങൾ മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. ഈ അച്ഛൻ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി കൗൺസിലിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, അച്ഛൻ്റെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണം ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഡബ്ലിനിൽ ലോക മത സമ്മേളനത്തിൽ 3 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. സിസ്റ്റർ പറയുകയാണ്, അതല്ല, അത് കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഈ കോട്ടയം ഭാഗത്തെ കണ്ടാണ്, ഇവിടെ കണ്ടാണത്. എനിക്ക് കൃത്യ സ്ഥലം അറിയാൻ പാടില്ല. സംഭവം ഇതാണ്. ഈശോയ്ക്ക് ഏറ്റവും മൈക്കിൾ പനച്ചിക്കലച്ചൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ സ്വർഗം കൈയടിച്ചത് 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു പ്രസംഗത്തിലാണ്. അതിന്റെ സാഹചര്യം ഇതാണ്. 3 മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് മത സൗഹാർദ്ദ സമ്മേളനം നടക്കുന്ന സമയത്ത് 2 മതത്തിൽപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസം ശക്തിയോടെ പ്രഘോഷിച്ചു. ക്രിസ്ത്യാനിക്ക് ഒരു ഗുണമുണ്ട്, എവിടെ ചെന്നാലും കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ക്രിസ്ത്യാനി അവിടെ ഇവിടെ തൊടാതെ എല്ലാം ഒന്നാണെന്ന രീതിയിൽ ആർക്കും വേദനിക്കല്ലല്ലോ എന്ന് ഓർത്തിട്ട് പ്രസംഗിച്ചു. മൈക്കിൾ പനച്ചിക്കലച്ചൻ കാണികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അച്ഛന്റെ ചോര തിളച്ചു കയറി. കാരണം ബാക്കി 2 പേരും ബാക്കി 2 മതവിശ്വാസത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളും അവരുടെ വിശ്വാസത്തെ ശക്തമായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ വളയുമല്ലോ, എവിടെയും നമ്മുടെ നട്ടല് എവിടെയും വളയുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ആർക്കും നോവാൻ പാടില്ല, നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ വളരെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കോംപ്രമൈസ് ചെയ്യരുത്. അപ്പൊ അച്ഛന്റെ ചോര തിളച്ചു. കാരണം അച്ഛൻ ലോകം ഇട്ടത് അച്ഛൻ കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. കർത്താവാണ് സത്യം, അതിനുവേണ്ടിയാണ് അച്ഛന് ഈ ജീവിതം കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അച്ഛന് സങ്കടമായി, അച്ഛന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത ആള് ചോദിച്ചു, ആർക്കെങ്കിലും കാണികൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് തരാന്ന് പറഞ്ഞു. അച്ഛൻ കൈ നോക്കി, എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് വിളിച്ച് മൈക്ക് കൊടുത്തു. മൈക്കിലൂടെ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് അയച്ച ദൈവപുത്രൻ. അത് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറഞ്ഞപ്പോ അവിടെ ബഹളായി. മൈക്ക് കൊടുത്ത ആള് മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വർഗീയത പറയരുതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒരു വർഗീയതയും പറഞ്ഞില്ലല്ലോ, അവര് പറഞ്ഞ പോലെ എനിക്ക് വിശ്വാസമുള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. ബഹളായി. 15 വർഷം കഴിഞ്ഞ് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലിംഗ് റൂമിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മൈക്കിൾ പനച്ചിക്കലച്ച സ്വർഗം കൈയടിച്ചത് ആ 3 മിനിറ്റ് പ്രസംഗത്തിനാണ്. ഏകദേശം 700ഓളം ഗാനങ്ങൾ ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. മേലെ മാനത്തെ ഈശോയെ, പിതാവേ അനന്ത നന്മയാകും പരമോന്നത, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നീ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പനച്ചിക്കലച്ചൻ നലം തികഞ്ഞ ഒരു ധ്യാനഗുരുവായിരുന്നു. 1990കളിൽ അദ്ദേഹത്തിൻ്റെ ലോഗോസ് ധ്യാനം അനേകം വിശ്വാസികൾക്ക് കരുത്തേകുന്നതായിരുന്നു. അൽമായരുടെ ഇടയിൽ മാത്രമല്ല, വൈദികരുടെയും സന്യാസിനികളുടെയും ഇടയിലും അദ്ദേഹം നിരവധി ധ്യാന ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. വചനത്തെ ഏറ്റവും ലളിതമായി സാധാരണക്കാർക്കായി അവതരിപ്പിക്കുന്ന വചനോത്സവം എന്ന മാഗസിൻ്റെ പ്രഥമ എഡിറ്ററായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആദ്യമായി ദൈവവചനം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ബൈബിൾ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് സാധാരണക്കാരിലേക്ക് ഓഡിയോ ബൈബിളായി ആദ്യമായി കേരളത്തിലെത്തിക്കുന്നതും ഇദ്ദേഹമായിരുന്നു. വചനം തൻ്റെ തൂലികയിലൂടെ നാടകമായും പുസ്തകങ്ങളായും തൻ്റെ ശബ്ദത്തിലൂടെ പ്രസംഗങ്ങളായും അനേകായിരങ്ങളിലേക്ക് എത്തിച്ച നലം തികഞ്ഞ ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു മൈക്കിൾ പനച്ചിക്കലച്ചൻ. അതിലുപരി പൗലോസിൻ്റെ തീഷ്ണതയും യോഹന്നാൻ്റെ ശാന്തതയും ചേരുന്നതായിരുന്നു മൈക്കിൾ പനച്ചിക്കലച്ചൻ.